കവിയും ചിത്രകാരനുമൊക്കെയായ സനോജ് നടയിൽ, അദ്ദേഹത്തിൻ്റെ പ്രതികരണവും ഞങ്ങൾ ഈ വിഷയത്തിൽ ആരാഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലേക്ക് പോകാം. നന്ദഗോവിന്ദ ഭജൻസ് ഒരു ക്ഷേത്രത്തിൽ ക്രിസ്തീയ ഗാനം ആലപിച്ചു, അതാണല്ലോ വിഷയം. അതുമായിട്ട് ബന്ധപ്പെട്ട് ഹിന്ദു ഐക്യവേദിയുടെ മുഖ്യ രക്ഷാധികാരി KP ശശികല ഒരു അഭിപ്രായം പറഞ്ഞു. ചിക്കൻ മസാല വളരെ നല്ലതാണ് എന്ന് കരുതി അത് പായസത്തിലിടരുതെന്ന്. എനിക്ക് KP ശശികലയോട് പറയാനുള്ളത്, നിങ്ങളുടെ ഉള്ളിലുള്ള വിഷം നിങ്ങൾക്ക് വളരെ നല്ലതാണ്. നിങ്ങളുള്ള വിഷം എന്ന് പറഞ്ഞാൽ വർഗീയ വിഷം നിങ്ങൾക്ക് വളരെ നല്ലതാണെന്ന് കരുതി അത് കേരളത്തിലിടാൻ ശ്രമിക്കരുത്. അത് കേരളത്തിൽ വില പോവില്ല. ഈ ഹിന്ദുക്കളുടെ മുഴുവൻ അട്ടിപ്പേരവകാശം നിങ്ങൾക്കോ BJPക്കോ സംഘപരിവാറിനോ ആരിലും തീരെഴുതി കൊടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. ഹിന്ദു എന്ന് പറയുന്നത് വലിയ ഒരു സംസ്കാരമാണ്, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന അതിവിശാലമായൊരു സംസ്കാരമാണ്. ഞാൻ ഇപ്പം ക്ഷേത്രത്തിൽ കളമെഴുതുന്ന ഒരാളാണ്, ഭാഗവത പാരായണം ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ കഴുത്തിൽ എപ്പോഴും ഒരു കൊന്തമാല കാണും. ഇപ്പോൾ കൊന്തമാല പൊട്ടിപ്പോയതുകൊണ്ടാണ് പുതിയത് ഞാൻ വാങ്ങിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും സുഹൃത്തുക്കൾ എനിക്ക് തരും. ഈ പറയുന്ന പോലെ വത്തിക്കാനിൽ വരെ കൊന്തമാല ഞാൻ കഴുത്തിലഞ്ഞ് നടക്കുമായിരുന്നു. അതിനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ കൊന്തമാല ഇട്ടുകൊണ്ട്, ഉടുപ്പൂരി കൊന്തമാല ഇട്ടുകൊണ്ട് പിന്നെ നമ്മൾ മുണ്ട് ഉടുത്താണ് ഈ കളം എഴുതുന്നത്. അത് കണ്ടിട്ട് ഞങ്ങളുടെ നാട്ടിലെ ഒരു ഹിന്ദുക്കൾക്കും അത് കണ്ടിട്ട് വിഷമം തോന്നിയിട്ടില്ല. അത് കണ്ടിട്ട് ഒരു ഹിന്ദുക്കളും അത് അരുതെന്ന് പറഞ്ഞിട്ടില്ല. ഇവിടെ ഹിന്ദുവും ക്രിസ്ത്യനും മുസ്ലിമും എല്ലാവരും ഉത്സവങ്ങൾക്കായാലും എല്ലാം ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ടാണ് പ്രവർത്തിക്കുന്നത്. നമ്മളെല്ലാം ഏറെ സ്നേഹിക്കുന്ന പന്തളം ബാലൻ ചേട്ടൻ, ഗായകൻ, അദ്ദേഹം പറയുകയാണ്, നന്ദഗോവിന്ദം ഭജൻസിൻ്റെ നിറം വെളുത്തയായതുകൊണ്ടാണ് അവർക്ക് ആ പ്രിവിലേജ് കിട്ടുന്നതാണ്. ഒരു കാലഘട്ടത്തിൽ പന്തളം ബാലൻ്റെ ഗാനമേള നേട്ട് കഴിഞ്ഞാൽ ആൾക്കാർ ഓടിക്കൂടും. ആ ഉത്സവപ്പറമ്പ് ജനസാഗരമാകുമായിരുന്നു. അത്രത്തോളം പേരെടുത്തൊരു ഗായകനാണ്. ആ ഒരു അഭിപ്രായം ഇപ്പോൾ പറയുന്നത് ആലോചിക്കണം. എന്തിനാണ് നിങ്ങൾ ഈ പറയുന്ന നിറത്തിൻ്റെ പേരും ജാതിയുടെ പേരും വലിച്ചഴിക്കുന്ന കലയിലേക്ക് നിങ്ങളെല്ലാവരും സ്നേഹിച്ചിട്ടല്ലേ? ഈ വീഡിയോ കാണുവാണെങ്കിൽ നിങ്ങൾ പറഞ്ഞതിലെ തെറ്റ് നിങ്ങൾ മനസ്സിലാക്കണം. ഈ പറയുന്ന പോലെ കലാമണിച്ചട്ടൻ കറുത്തയല്ലേ? ദേവരായ മാഷ് കറുത്തയല്ലേ? AR റഹ്മാൻ കറുത്തയല്ലേ? എന്തിനാ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന വേടൻ കറുത്തയല്ലേ? എല്ലാവരും നെഞ്ചിലേറ്റില്ലെന്നില്ലേ? അത് വളരെ മോശമായിപ്പോയി. ഒരിക്കലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഞാനത് പ്രതീക്ഷിച്ചില്ല. എനിക്ക് തോന്നുന്നു ഈ സനോജിൻ്റെ പ്രതികരണത്തെ മൊത്തത്തിൽ രണ്ടായിട്ട് തിരിക്കാമെന്ന് തോന്നുന്നു. ഇതിൽ ആദ്യത്തെ ഒരു പ്രതികരണം അദ്ദേഹം ഈ ശശികല ടീച്ചറുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് പറഞ്ഞത്. അത് നമ്മൾ ഇതിനു മുമ്പ് തന്നെ പറയുകയും ചെയ്തിരുന്നു. സത്യത്തിൽ ഇത് ഇത്രയും ഒരു വിവാദമാകാനും ഇത്തരം ചർച്ചകളൊക്കെ ഉയരാനുമുള്ളൊരു സാഹചര്യം സൃഷ്ടിച്ചത് സത്യത്തിൽ ശശികല ടീച്ചറാണെന്ന് പറയേണ്ടി വരും. ശശികല ടീച്ചറിൻ്റെ ആ പ്രതികരണം വന്നു, അതേ തുടർന്ന് പ്രതികരണങ്ങൾ വീണ്ടും വന്നു. അന്നേരം പിന്നെ അതിനെ ഡിഫെൻഡ് ചെയ്യുന്ന രീതിയിൽ ആളുകൾ പള്ളിയിലും മറ്റും നടക്കുന്ന പരിപാടികളിൽ ഈ പിന്നെ ഹിന്ദു ഭക്തിഗാനങ്ങൾ പാടുന്നതോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആദ്യം തന്നെ ഗണപതിയുമായി ബന്ധപ്പെട്ട പാട്ടൊക്കെ പാടിയായിരിക്കും പല ഗാനമേള സംഘങ്ങളും അവരുടെ പരിപാടി തന്നെ തുടങ്ങുന്നത്. അതെ, അത് പള്ളിയിലോ അമ്പലമോ എന്നൊന്നും വ്യത്യാസമില്ലാതെ തന്നെ ആളുകൾ ഇത് ചെയ്യാറുണ്ട്. അതുപോലെ ഈ നമ്മുടെ ഞാൻ ഓർക്കുന്നത് KG മർക്കോസ് ഒരു ക്ഷേത്രത്തിൻ്റെ പരിപാടിയിലാണെന്ന് തോന്നുന്നു. പോകുമ്പോൾ അവിടുന്ന് ആളുകൾ ഇങ്ങനെ ആവശ്യപ്പെട്ടിട്ട് അദ്ദേഹം ഇസ്രായേലിൻ നാഥനായി, ആ പാട്ട് അദ്ദേഹം തന്നെയാണ് ശരിക്കും പാടിയിട്ടുള്ളത്, ആ പാട്ട് പാടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോകളൊക്കെ വരാൻ കാരണക്കാരിയായത് ഒരു തരത്തിൽ പറഞ്ഞാൽ അത് ശശികല ടീച്ചറാണ് എന്നുള്ളത് ഈ ഒരു ടോപ്പിക്ക് തുടങ്ങി വെച്ചത് ഈ ശശികല ടീച്ചറാണ്. അദ്ദേഹം പറയുന്നുണ്ട്, കൊന്തയൊക്കെ ഇട്ട് ഞാൻ ക്ഷേത്രത്തിൽ പോയി കളമൊക്കെ എഴുതും, എന്നോട് കൊന്ത ആരും ഊരാൻ പറഞ്ഞിട്ടില്ല എന്നൊക്കെ. അങ്ങനത്തെ നാടാണ് ഞങ്ങളുടേത്. നിങ്ങളുടെ നാട് നല്ല നാടാണ് കേട്ടോ സനോജ്. രണ്ടാമത് പറഞ്ഞ വേറൊരു പോയിന്റ് കൂടിയുണ്ട്, അത് ശ്രദ്ധിക്കേണ്ടത്. നിറത്തിൻ്റെ ഒരു പ്രശ്നം അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞതുപോലെ പന്തളം ബാലൻ്റെ ഗാനമേള എന്ന് പറയുന്നത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ വളരെ ആളുകൾ തിങ്ങി നിറഞ്ഞു പോയി കേൾക്കുന്ന ഒന്നാണ്. മോഹൻലാലിൻ്റെ ഒരു സിനിമയിലെ ഒരു ഇത് തന്നെയുണ്ട്, പടപീടിച്ച് പന്തളത്തിൽ ചെന്നപ്പോൾ അവിടെ പന്തളം പിന്നെ ബാലൻ്റെ എന്ന് തന്നെയാണോ പറയുന്നത് എനിക്കറിയില്ല, അവിടുത്തെ ഗാനമേള എന്ന് പറയുന്ന മോഹൻലാലിൻ്റെ ഒരു ഡയലോഗ് തന്നെ ഒരു പക്ഷേ ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ പോപ്പുലറായ വ്യക്തി തന്നെയാണ് പന്തളം ബാലൻ. അദ്ദേഹം പറഞ്ഞ പ്രതികരണത്തോട് അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്താണെന്നുള്ളതൊക്കെ അദ്ദേഹം ഇത് സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണുകയാണെങ്കിൽ അദ്ദേഹം പ്രതികരിക്കട്ടെ. അങ്ങനെ ഒരു കമൻറ്റും നമ്മൾ കണ്ടിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ പ്രത്യേകം എടുത്തു പറഞ്ഞത്. കലാഭവൻ മണിയും AR റഹ്മാനും ഒക്കെ കറുത്തിട്ടല്ലേ, അവരെയൊക്കെ നാട്ടുകാർ, വേടനും ഒക്കെ കറുത്തിട്ടല്ലേ, അവരെയൊക്കെ നാട്ടുകാർ സ്വീകരിച്ചിട്ടില്ലേ? സ്വീകരിക്കുന്നവരെ അതുപോലെ തന്നെ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. സ്വീകരിക്കുമെങ്കിൽ സ്വാഭാവികമായിട്ടും വിമർശിക്കപ്പെടുകയും ചെയ്യും, കാരണം നിങ്ങളൊരു പൊതു സ്പേസിലാണല്ലോ നിൽക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.